ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ദമായ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഗരുഡോപരി. ഗരുഡോപരി എന്നാൽ ഗരുഡൻ്റെ മുകളിൽ, ഉപരി എന്നാൽ അതിൻ്റെ മുകളിൽ, ഗരുഡൻ്റെ മുകളിലേറിയിട്ട കാളമേഘകമ്രം. കാളമേഘം എന്നാൽ നല്ല കറുത്ത നീല കളറിലുള്ള മേഘം, ആ ഒരു കാർമേഘം. അതിൻ്റെ കമ്രം, കമ്രം എന്നാൽ മനോഹരമായ, മനോഹാരിത. അപ്പോൾ അങ്ങനെ ആ ഒരു കരിനീല കളറിൽ നല്ല കാർമേഘത്തിൻ്റെ വർണ്ണത്തോടു കൂടിയ, ആ മനോഹരമായ നിറത്തോടു കൂടി അങ്ങനെ ഗരുഡൻ്റെ മുകളിലേറി വിലസത് കേളി സരോജ പാണിപത്മം. പാണിപത്മം എന്ന് പറഞ്ഞാൽ ആ കൈകളാകുന്ന ചെന്താമരപ്പൂക്കൾ. അതെങ്ങനെയാ? വിലസത് കേളി സരോജ. സരോജം എന്നാൽ താമര. നല്ല ശോഭിക്കുന്ന, വിലാസം എന്ന് പറഞ്ഞാൽ വിലസം, വിലസത് എന്ന് പറഞ്ഞാൽ നന്നായി ശോഭിക്കുന്ന ചെന്താമരപ്പൂവ് പോലെയുള്ള ആ മനോഹരങ്ങളായ പാണിപത്മം. പാണിപത്മം ആ കൈകളാകുന്ന പത്മങ്ങൾ, അല്ലെങ്കിൽ അത്രയും മനോഹരങ്ങളായ കൈകളോട് കൂടിയതും. പിന്നെയോ ഹസിതോല്ലസിതാനനം. ഹസിത നല്ല പുഞ്ചിരി തൂകുന്ന, ഉല്ലസിത ആനനം, ആ നിറപുഞ്ചിരി അങ്ങനെ ഉല്ലസിക്കുന്ന, കളിയാടുന്ന ആനനം, മുഖം. അപ്പോൾ ആ നിറപുഞ്ചിരിയോട് കൂടിയ സുന്ദരവദനത്തോടു കൂടിയും. വിഭോ. വിഭോ എന്നാൽ അല്ലയോ ഭഗവാനെ. ത്വം. ത്വം എന്നാൽ അങ്ങ്. വപുരാവിഷ്കുരുഷേ സ്മ. വപുഹു ആവിഷ്കുരുഷേ. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വപുരാവിഷ്കുരുഷേ. വപുരാവിഷ്കുരുഷേ സ്മ. വപുഹു എന്നാൽ ആ ഒരു ദിവ്യരൂപത്തെ, തൻ്റെ ആ ഒരു ദിവ്യ ശരീരത്തെ എങ്ങനെ ഗരുഡൻ്റെ മുകളിലേറിയ അതിസുന്ദരങ്ങളായ, നന്നായി ശോഭിക്കുന്ന ചെന്താമരപ്പൂവ് പോലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള അങ്ങയുടെ ആ തൃക്കൈകൾ. പിന്നെയോ മുഖമാണെങ്കിൽ നിറഞ്ഞ പുഞ്ചിരി അങ്ങനെ ഉല്ലസിക്കുന്ന, കളിയാടുന്ന ആ സുന്ദരവദനത്തോടു കൂടിയ അല്ലയോ ഭഗവാനെ അങ്ങ് ഈ ഒരു സുന്ദര രൂപത്തെ, വപുഹു ആവിഷ്കുരുഷേ, ഈ ഒരു സുന്ദര രൂപത്തെ, ഈ ഒരു ഉടലിനെ, തിരുവുടലിനെ, ആവിഷ്കുരുഷേ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുത്തു, ആവിഷ്കരിച്ച് കാണിച്ചു കൊടുത്തു, അഥവാ പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണിച്ചു കൊടുത്തു. ആർക്ക്? കർദ്ദമായ, ആ കർദ്ദമ പ്രജാപതിക്കായിക്കൊണ്ട് കാണിച്ചു കൊടുത്തുവല്ലോ ഇങ്ങനെയുള്ള ആ സുന്ദരമായ തിരുവുടലിനെ. ഇവിടെ എന്തുകൊണ്ടാണ് കർദ്ദമനായിക്കൊണ്ട് അങ്ങനെ ഒരു രൂപത്തെ കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ കാലയളവല്ല കർദ്ദമ പ്രജാപതി ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട്, ഭഗവാനിങ്കൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ജീവിച്ചു പോന്നത്. മറ്റൊരു ചിന്തയുമില്ലാതെ ഭഗവത് ചിന്തയോടുകൂടി സദാ ഭഗവത് സേവയിൽ മുഴുകിക്കഴിഞ്ഞ കർദ്ദമ പ്രജാപതിയുടെ മുൻപിൽ, അങ്ങനെ ഒരു ഭക്തൻ്റെ മുൻപിൽ ഭഗവാന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ അങ്ങ് ആ ഗരുഡനെയും കൂട്ടുവിളിച്ചു. ഗരുഡൻ്റെ മുകളിലേറിക്കൊണ്ടാണ് വന്നത്. ആ ഗരുഡൻ്റെ മുകളിൽ സുന്ദരമായ താമരപ്പൂക്കൾ പോലെ ശോഭിക്കുന്ന അങ്ങയുടെ ആ ഒരു ചെന്താമര നിറമുള്ള ഇളം ചുവപ്പ് നിറത്തോടു കൂടിയ അങ്ങയുടെ ആ ഒരു കരങ്ങൾ ആ ഗരുഡൻ്റെ മുകളിൽ വല്ലാതെ ശോഭിച്ചു. ഗരുഡനു കൂടി ഒരു ചുവന്ന പ്രഭ ആ ഗരുഡൻ്റെ മുകളിൽ പടർത്തുന്നതായി തോന്നി. പിന്നെയോ അങ്ങയുടെ ആ സുന്ദരമായ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്ന മുഖം, അതിൻ്റെ ആ ഒരു കാന്തി, ആ കാന്തി അല്ലയോ ഭഗവാനെ അങ്ങയുടെ ഉടലിനെ ആകെ ശോഭിപ്പിക്കുന്നു.
അങ്ങനെ ആ സുന്ദര രൂപത്തെ, ആ ദിവ്യരൂപത്തെ അല്ലയോ ഭഗവാനെ അങ്ങ് കർദമ പ്രജാപതിക്കായിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. എങ്ങനെ? പ്രത്യക്ഷത്തിൽ തന്നെ ഈ ഒരു രൂപത്തിൽ ഭഗവാൻ വന്ന് കാണിച്ചു കൊടുത്തു കർദമ പ്രജാപതിക്കായിക്കൊണ്ട്. ഭഗവാന് കർദമ പ്രജാപതി ഒരു പക്ഷെ ധ്യാനം ചെയ്തത് ഈ ഒരു രൂപത്തെയാവാം. ചതുർഭുജങ്ങളോടുകൂടി ഗരുഡന്റെ മുകളിലിരിക്കുന്ന ആ ഒരു ഭഗവത് രൂപത്തെയാവാം ധ്യാനിച്ചത്. അപ്പോൾ ആ രൂപത്തെ തന്നെ തൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. നമുക്കറിയാം ധ്രുവന്റെ കാര്യത്തിൽ, ഇനി നമ്മൾ ധ്രുവചരിതമൊക്കെ പഠിക്കുമ്പോൾ കാണാം, അവിടെയും ഏതൊരു രൂപത്തിലാണോ ധ്രുവൻ ധ്യാനിച്ചത് ആ രൂപം അങ്ങനെ മുൻപിൽ വന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഇതുപോലെയാണ് ഭഗവാന് തൻ്റെ ഭക്തരൊക്കെ ഏതേതോ രൂപങ്ങളിൽ ധ്യാനിക്കുന്നുവോ, അല്ലെങ്കിൽ ഏതൊക്കെ രൂപങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്നുവോ, ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഭഗവാൻ ആ രൂപത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഭഗവാൻ അങ്ങനെ ഒരു നിമിഷത്തേക്കെങ്കിലും ആ ഒരു അനുഭവം ഭഗവാൻ തൻ്റെ ഭക്തർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ പല അനുഭവ കഥകളിലൂടെയും കേട്ടിട്ടുണ്ടാവും. ഭഗവാന് കഴിയില്ല തൻ്റെ ഭക്തരെ നിരാശപ്പെടുത്താൻ. അതുകൊണ്ട് ഭഗവാൻ ഏതൊക്കെ രൂപത്തിൽ തന്നെ കാണണമെന്ന് തൻ്റെ പ്രിയ ഭക്തൻ ആഗ്രഹിക്കുന്നുവോ, ഭക്തദാസനായ ഭഗവാൻ അതാത് രൂപത്തിൽ തൻ്റെ ഭക്തരുടെ മുൻപിൽ വന്ന് അനുഗ്രഹം ചൊരിയും. എപ്പോഴാണ് ഭഗവാൻ ഏത് രൂപത്തിലാണ് അനുഗ്രഹം ചൊരിയുക എന്ന് പറയുക വയ്യ. പക്ഷെ ഉറപ്പാണ് ഭഗവാനെ വിളിക്കുന്നവരെ ഭഗവാൻ കൈവിടില്ല, അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഏതെങ്കിലും രൂപത്തിൽ, ഏതെങ്കിലും നാമത്തിൽ ഭഗവാൻ മുന്നിലെത്തി അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഭഗവാന് തൻ്റെ ഭക്തരെ ഉപേക്ഷിക്കുക വയ്യ. അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കുന്ന ചരിത്രം ഭഗവാനില്ല. ഭഗവാൻ അത് മനുഷ്യനായിക്കൊള്ളട്ടെ, മൃഗമായിക്കൊള്ളട്ടെ, ഗജേന്ദ്ര മോക്ഷത്തിൽ കാണിച്ചെന്ന് മൃഗമായിക്കൊള്ളട്ടെ, ഇനിയും അതുമല്ലെങ്കിൽ മരുത്തുവൃക്ഷങ്ങളായി നിന്ന നളകൂപരനെയും മണിഗ്രീവനെയും അനുഗ്രഹിച്ചതുപോലെ വൃക്ഷലതാദികളായാലും പക്ഷി മൃഗാദികളായാലും ഇനി ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ടാണെങ്കിലും തന്നെ സ്മരിക്കുന്ന ഭക്തരെ ഭഗവാൻ ഉറപ്പായും തൻ്റെ ആ ഒരു അനുഗ്രഹലീല പ്രത്യക്ഷത്തിൽ തന്നെ കാണിച്ചു കൊടുത്തവരെ അനുഗ്രഹിക്കാറുണ്ട്. കാരുണ്യസമ്പന്നനാണ് ഭഗവാൻ, കരുണാർദ്ര ചിത്തനാണ് ഭഗവാൻ. ആ ഭഗവാൻ തൻ്റെ ഭക്തൻ ആവശ്യമുള്ളപ്പോഴൊക്കെ, ചിലപ്പോൾ സങ്കടത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്താകാം, ചിലപ്പോൾ ആ ഭക്തിയുടെ മൂർധന്യാവസ്ഥയിലാവാം, ഭഗവാൻ എപ്പോഴാണോ സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ അടുക്ക് ഓടിയെത്തി ആ ഒരു അനുഗ്രഹവർഷം ചൊരിയുന്നത് നമുക്ക് കാണാം. നമുക്കുമൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആ ഒരു അനുഭവം ഭഗവാൻ തന്നിട്ടുണ്ടാവും. ഒരു ആയുഷ്കാലം മുഴുവൻ ഓർക്കും തോറും മാധുര്യമേറുന്ന ഇതുപോലെയുള്ള അനുഭവങ്ങൾ, അനുഗ്രഹലീലകൾ ഭഗവാന്റെ എത്രയാണ് നമ്മൾ നിത്യവും കേൾക്കുന്നത്. ആ ഒരു സ്മരണ, മധുര സ്മരണ മതി വീണ്ടും വീണ്ടും ഭഗവാനിലേക്ക് അടുക്കാൻ, വീണ്ടും വീണ്ടും ഭഗവാനെ സ്മരിക്കാൻ, വീണ്ടും വീണ്ടും ഭഗവാനെ പ്രകീർത്തിക്കാൻ, നാമം ജപിക്കാൻ, സദാ നാമം ഉരുവിടാൻ ഭഗവാൻ നമുക്ക് തരുന്ന ചെറിയ ചെറിയ ഔഷധ മരുന്നുകളാണ്. നമ്മൾ ടോണിക്ക് കൊടുക്കുന്നത് പോലെ, കുട്ടികൾക്ക് ടോണിക്ക് കൊടുക്കുന്നത് പോലെ അവരെ നന്നായി വളർത്താൻ, ആരോഗ്യത്തോടെ വളർത്താൻ നമ്മളെയും ഒക്കെ ഭഗവാൻ ചെറിയ ചെറിയ ഇതുപോലെയുള്ള ഭഗവാന്റെ ചെപ്പടി വിദ്യകൾ, ഭഗവാന്റെ കുഞ്ഞു കുഞ്ഞു ലീലകളിലൂടെ നമ്മളെ ഭഗവാൻ നന്നായി വളർത്തുകയാണ്. ഭഗവാനിലുള്ള ആ വിശ്വാസത്തെ നന്നായി വളർത്തിക്കൊണ്ടുവന്ന് ഭഗവാനോട് തന്നെ ചേർക്കാൻ ഭഗവാൻ ആടുന്ന ലീലകളാണിവയൊക്കെ. തൻ്റെ ഭക്തരോട് ഭഗവാൻ ചൊരിയുന്ന കാരുണ്യമാണ് ഇത്തരത്തിലുള്ള അനുഗ്രഹ ലീലകളൊക്കെ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം
വപുരാവിഷ്കുരുഷേ സ്മ കർദ്ദമായ. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രണ്ടാമത്തെ വരി വിലസത് കേളി സരോജ പാണി പത്മം, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ മൂന്നാമത്തെ പാദത്തിൽ ഹസിതോല്ലസിതാനനം, അവിടെ ല കൂട്ടക്ഷരമാണ്, അപ്പോൾ അതൊരല്പം ഒന്ന് കടുപ്പിച്ച് പറയുക. അതുപോലെ വപുരാവിഷ്കുരുഷേസ്മ, ആവിഷ്കുരുഷയാണ്, അകാരം നീട്ടിയെടുക്കുക. പിന്നെ തുടക്കക്കാർക്ക് ചിലപ്പോൾ വപുരാവിഷ്കുരുഷേസ്മ, ആ സ്മ വരുമ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാലും പിന്നോട്ട് പോകരുത്, വായിക്കാൻ ശ്രമിക്കുക, ഭഗവാൻ കൂടെയുണ്ടാവും. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം ഒന്ന് നോക്കാം. ഇവിടെയും നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സംബോധനയാവുമ്പോൾ ഹേ എന്നുള്ള പദം ശ്ലോകത്തിൽ ഇല്ലെങ്കിലും നമ്മൾ അന്വയക്രമത്തിൽ അത് പറയുമ്പോൾ ഹേ ചേർത്ത് പറയും. കാരണം അല്ലയോ ഭഗവാനെ എന്നുള്ള ഇതിൽ ഹേ വിഭോ ത്വം ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വപു കർദ്ദമായ ആവിഷ്കുരുഷേ സ്മ. ഒന്നുകൂടി പറയാം. ഹേ വിഭോ ത്വം ഗരുഡോപരി കാളമേഘകമ്രം വിലസത് കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വപു കർദ്ദമായ ആവിഷ്കുരുഷേ സ്മ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോക സംബന്ധമായിട്ട് വിചാരം ചെയ്യുവാനുള്ളത്. ഹരേ കൃഷ്ണ.